നിങ്ങൾക്ക് തരുന്നതാണ്. ആ കള്ളെന്ന് പറഞ്ഞാൽ എല്ലാ വലിയ പാപങ്ങളിലും വലിയ പാപമാണ്. ഏറ്റവും വലിയ പാപം കള്ളുകുടിക്കല്. എന്നിട്ട് മുത്തുനബി പറയുന്ന മറുപടി എന്തെന്നറിയുമോ? ഇനി പറയുന്ന വാക്ക് എന്നെ ഒരുപാട് വേദനിപ്പിച്ച വാക്കാണ്. കള്ളു തുണഞ്ഞു നോക്കിയവരെ, കള്ളു രുചിച്ചു നോക്കിയവരെ, കള്ളു തൊട്ടു നോക്കിയവരെ, ഇന്നത്തെ രാത്രി നിനക്ക് പൊട്ടി പൊട്ടി കരയാനുള്ള രാത്രിയാണ്. ഈ കസേര നനയട്ടെ, ഈ മാറഞ്ചേരിയുടെ മണ്ണ് മോമിനീങ്ങളുടെ പശ്ചാത്താപത്തിന്റെ തൗബയുടെ കണ്ണീരുകൊണ്ട് നനയട്ടെ. ഇന്നലെ മുതൽ എത്രയോ ഒരു മാസം കൊണ്ട് ഫേസ്ബുക്കിലും നെറ്റിലുമൊക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ കേരളത്തിന്റെ ലക്ഷക്കണക്കാർ യുവ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നെന്നറിയോ? നിങ്ങൾ മാറഞ്ചേരിയിലേക്ക് വരൂ, നിങ്ങൾ മാറഞ്ചേരിയിലേക്ക് വരൂ. എന്നിട്ടൊരു സഹോദരനെ ഫോൺ വിളിച്ച് പറഞ്ഞത്, ഉസ്താദേ ഞങ്ങളൊക്കെ ഇതാ പ്രചരണം നടത്തിയിട്ട് കൊണ്ടുവന്നിരുത്തി തന്നിരിക്കുകയാണ്. മുത്തുറസൂലിന്റെ ശഫാഅത്തിന് ഈ മക്കളോട് തെരുവിച്ചു പോകാൻ ഉസ്താദ് അവർക്ക് ഉപദേശം കൊടുക്കണേ. മുത്തായ നബി തങ്ങൾ ഹൗദുൽ കൗസർ കൊടുക്കണ്ടോ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഹൗദിന്റെ ചാരത്തേക്ക് പറഞ്ഞതല്ല, ഈ സമുദായത്തിന് നിർദ്ദേശം കൊടുക്കണമെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് വൈകുന്നേരം ഫോൺ വിളിച്ചു പറഞ്ഞ മലബാറിന്റെ മക്കളെ പ്രവേരാ പഠിച്ചുകൊള്ളുക. ഏറ്റവും വലിയ വേദനയുടെ ഹദീസ് പഠിച്ചുകൊള്ളുക. കള്ളുകുടിക്കുന്നവരെ പെട്ടെന്ന് തൗബ ചെയ്തോ, രുചിച്ചു നോക്കിയവരെ പെട്ടെന്ന് തൗബ ചെയ്തോ, നുണഞ്ഞു നോക്കിയവരെ പെട്ടെന്ന് തൗബ ചെയ്തോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന കണ്ടോ, മനുഷ്യരിബഹ, ആരെങ്കിലും കള്ളുകുടിച്ചാൽ വകഅല ഉമ്മിഹി, അവന്റെ ഉമ്മയെ അവനെ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ, 9.5 മാസത്തോളം വയറ്റിന്റെ അകത്തവനെ ചുമന്നുകൊണ്ട് നടന്ന ഉമ്മയെ, അവന് 2.5 വയസ്സുവരെ തന്റെ മാറിടത്തിൽ നിന്ന് പാല് ചുരത്തിക്കൊടുത്ത ഉമ്മയെ, തന്റെ പൊന്നുപോലെ കണ്ണേ കരളേന്ന് പറഞ്ഞു കൊണ്ട് നടന്ന ഉമ്മയെ, ഉറക്കമില്ലാതെ ഊണില്ലാതെ മലബാറിന്റെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട ഉമ്മയെ മുത്തുനബി തങ്ങൾ പറയുന്നു, ഉമ്മിഹി, അവൻ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണ്. ആരോട് പറയാനാ പ്രിയപ്പെട്ടവരെ? ആരെ ഉപദേശിക്കാനാ സഹോദരങ്ങളെ? എന്റെ മുമ്പിൽ വന്നിരുന്ന് നിലഞ്ഞിരുന്നിട്ട് വിദേശ രാജ്യത്തിലേക്ക് വിസയെടുത്തുകൊണ്ട് പറന്നു പോകുമ്പോ വിദേശ രാജ്യത്ത് ആരും ചോദിക്കാറില്ലല്ലോ, ആരും പറയാറില്ലല്ലോ. തോന്നിയതുപോലെ ആകാമല്ലോ. ശമ്പളം കയ്യിലേക്ക് വാങ്ങിയിട്ട് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വ്യാഴാഴ്ച വൈകുന്നേരം റൂമിന്റെ അകത്ത് ഫ്രീയായിട്ടിരിക്കുമ്പോ കൂട്ടുകാരുമായി ചേർന്നുകൊണ്ട് കള്ളുകുടിച്ച് രസിക്കുന്ന ചെറുപ്പക്കാരോ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ ഒന്ന് ചിന്തിക്കടാ. ആ ഉമ്മയുടെ മുഖമൊന്ന് നീ ആലോചിക്കുമ്പോഴേ ആ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണ് കള്ളുകുടിയനെന്ന് തോഹാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു തുള്ളി കള്ളിന് വേണ്ടി പിന്തുണ ഇനി മലബാറിന്റെ ഈ സരസിൽ വന്നിരുന്ന മക്കളിൽ നിന്നുണ്ടാവുകയില്ല. ഇനി വരുന്ന പത്രമാധ്യമങ്ങളിൽ ഇൻഷാ അല്ലാഹ് അഭിമാനത്തോടെ വരും വർഷങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കണം. കള്ളുകുടിയിൽ നിന്ന് മുസ്ലിം സമുദായം ഒഴിവായിക്കൊണ്ടിരിക്കുന്നുവോ എന്ന സംശയം കേരളത്തിന്, ലോകത്തിന് തോന്നുന്ന തരത്തിലൊരു മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. കഴിയും സഹോദരങ്ങൾ, കഴിയും. അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ഐശ്വര്യവും അനുഗ്രഹവും എത്ര വലുതാണ്. നിങ്ങൾക്ക് കേൾക്കണോ മറ്റൊരു ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ്. ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണെന്നൊക്കെ അന്ന് പറയുമ്പോൾ സഹാബികൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ചോദിക്കും, നബിയെ അങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കും? ഒരു ഉമ്മായി അങ്ങനെ കാണാൻ വരാൻ മകന് കഴിയൂലല്ലോ. 14 വയസ്സുള്ള മകൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മയുടെ ഫോട്ടോ മൊബൈലിലൂടെ ഒപ്പിയെടുത്തിട്ട് ഫേസ്ബുക്കിലിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ നിങ്ങൾ കണ്ടതാ. 14 വയസ്സേ ഉള്ളൂ. ഉമ്മ മീനരിയുമ്പോ, മലക്കറി എരിയുമ്പോ, അടിച്ചുവാരുമ്പോ, വസ്ത്രമലക്കുമ്പോ അതൊക്കെ മൊബൈലിലൂടെ ഒപ്പിയെടുത്തിട്ട് തന്റെ കൂട്ടുകാർക്ക് ഫേസ്ബുക്കിലൂടെ അയച്ചുകൊടുത്ത 14-കാരന്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വരും തലമുറയിൽ ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയല്ല, ഉമ്മയെ വ്യഭിചരിച്ചവനായിട്ട് ഈ സമുദായം മാറുവോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അതുകൊണ്ട് എന്തർത്ഥമാണ്? നമ്മുടെ നാടുകളിൽ ആയിരക്കണക്കിന് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മക്കാമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെരുമ കാണിക്കാൻ കഴിയില്ലല്ലോ. അവരുടെ ആദരവ് പിടിച്ചുപറ്റാൻ നമ്മുടെ ജീവിതം സംസ്കാര സമ്പന്നതയുടെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്. ഇന്നത്തെ രാത്രി എല്ലാ പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്തുകൊണ്ട് ഈ മഹനീയമായ
മാറഞ്ചേരിയുടെ പാടത്ത് നിറഞ്ഞു കവിഞ്ഞ് തേനീച്ച കൂട്ടങ്ങളെ പോലെ വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആണയിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിലൂടെ തീരുമാനമെടുക്കാനും സാധിക്കും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. മുത്തുനബി പറയുന്നു, മനുഷ്യരിബൽ ഖംറ ലം യറല്ലാഹു അൻഹു 40 ലൈല. ഒരാള് കള്ളു കുടിച്ചാൽ 40 ദിവസം വരെ അള്ളാഹുവിന്റെ തൃപ്തിയുടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഒരു അംശം പോലും അവനിൽ നിന്ന് അള്ളാഹു മാറ്റിവെക്കുന്നതോ. ഒരാള് കള്ളുകൊടുത്താൽ 40 ദിവസം വരെ പൂർണ്ണമായും അവന് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതാണ്. ഇതൊക്കെ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടിപടിയായ ഒരു മനുഷ്യന് കൊടുക്കുന്ന നാശനഷ്ടങ്ങളാ. പിന്നെ നിങ്ങൾ ആലോചിക്കും, എന്തേ ഇത്ര കൂടാനുള്ള കാരണം ഉസ്താദേ? ഇത്രത്തോളം ഭയാനകരമാണ്, ഇത്രത്തോളം അടിമത്വമാണ്, ഇത്രത്തോളം അപകടമാണ്, ഇത്രത്തോളം നാശമാണ് ഈ മദ്യത്തിനെങ്കിൽ എന്തുകൊണ്ടാണ് ഉസ്താദേ കേരളത്തിൽ ഇങ്ങനെ കൂടിപ്പോകുന്നതെന്ന് ചോദിച്ചാൽ, മദ്യം പോലെ പിശാചിന് ഒരു മനുഷ്യന്റെ മനസ്സിനെ മയക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഉമ്മുൽ ഖബായിസ്, അതുകൊണ്ടാണ് തിന്മകളുടെ മാതാവ് എന്ന പേരതിന് കിട്ടിയത്. അതുപോലെ ഒരാളെ നശിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ദുഷ്കർമ്മ ലോകത്തില്ലാത്തതുകൊണ്ട് പിശാച് അതിനെ ഏറ്റവും ഇഷ്ടമുള്ള രീതിയിൽ സമുദായത്തിന് വേണ്ടി കൊടുത്തു. ഇബ്ലീസിന് ഏറ്റവും അധികം പേടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണങ്ങൾ ഏറെയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൻ തുമ്പിലൂടെയാണ് ഈ മദ്യത്തെ ഒന്ന് ഒഴിവാക്കുമോ നബിയേ എന്ന് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാവിൻ തുമ്പിലൂടെയാണ് പലപ്പോഴും പ്രഖ്യാപനം നടന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ് മദ്യത്തെ നിരോധിച്ചത്. മദ്യം പൂർണ്ണമായി ഹറാമാക്കേണ്ടതാണ് എന്ന് ആർക്ക് തോന്നി? മനുഷ്യ ശാസ്ത്രമറിയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു വേഗം വന്നിട്ട് പറഞ്ഞു, നബിയേ ഇതെന്താ നബിയെ ഇങ്ങനെ, അതിനെ ഒഴിവാക്കണ്ടേ നബിയെ? അതിനൊരു പൂർണ്ണമായ നിയമം റബ്ബിനോട് ചോദിക്കണം നബി. അങ്ങനെ ചോദിച്ചാണ് അവസാനം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ വർജിക്കുക, വിജയിക്കണമോ ഒഴിവാക്കുക എന്ന് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഒഴിവാക്കുന്നത്. ഇബ്ലീസ് ആ ഒരു സുഖം. അതുകൊണ്ട് സർവരും കള്ളെന്ന് പറയുന്ന ആ ഒരു വിഷത്തെ ആര് പിന്തുണയ്ക്കുന്നുവോ കുടിക്കണം എന്നില്ല, അത് തരക്കേടില്ല, ഹറാമായതുകൊണ്ട് കുടിക്കാത്തതാ, അല്ലെങ്കിൽ ഞാൻ കുടിച്ചനെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി അതിന്റെ ഭവിഷ്യത്ത് ബാധകമാണ്. നിങ്ങൾക്കറിയോ, അറേബ്യൻ രാജ്യത്ത് കള്ളിഷാപ്പുകളിൽ അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ആയിഷ എന്ന് പറയുന്നയാള്. ആയിഷ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അയാള് മദ്യം വിളമ്പിക്കൊടുക്കുന്നയാളാ, അയാള് മദ്യം കുടിക്കുന്നയാളാ, അയാള് മദ്യരാക്ഷസനാണ്, അയാള് ലഹരി രാജാവാണ്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നയാളാണ്. പക്ഷേ മക്കയുടെ വിരിമാറിലേക്ക് മുത്തേ നബി മുഹമ്മദ് മുസ്തഫ മുഴങ്ങട്ടെ. മാറഞ്ചേരിയിൽ നിന്ന് ഇന്ന് വരെ നൗഷാദ് വാക്കൽ പ്രസംഗിച്ച സ്റ്റേജിൽ നിന്ന് മുഴങ്ങിയതിനേക്കാൾ ഏറ്റവും വലിയ സ്വലാത്തുകൾ മുഴങ്ങട്ടെ. മുത്തുനബിയോടുള്ള മഹബത്ത് പറയുമ്പോ പോലും മുഴങ്ങിക്കേൾക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തോടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മുഴക്കിക്കോ. കാരണം നിങ്ങളെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. നിങ്ങളെല്ലാം ത്യജിച്ചിട്ട് വന്നവരാ, നിങ്ങൾ വികാരത്തിന് അടിപ്പെട്ടു പോകാത്തവരാണ്. മനസ്സിന്റെ പ്രകാശമേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ വിരിമാറിലേക്ക് കടന്നു വന്നപ്പോ ഒരുപാട് പേര് അല്ലാഹുവിന്റെ ദീനിന്റെ ആദർശത്തെ മുറുകെ പിടിക്കുകയാണ്. ആയിഷ എന്ന് പറയുന്ന വ്യക്തി പരിശോധന നടത്തുകയാണ്. എന്താണ് ഇസ്ലാമിന്റെ പ്രശസ്തി എന്ന് പഠിച്ചപ്പോ അതിൽ വ്യഭിചാരം ഹറാമാണ്, അതിൽ നിസ്കാരമുണ്ട്, അതിൽ സക്കാത്തുണ്ട്, അതിൽ ഉപ്പയോടുള്ള കടമകളുണ്ട്. ആയിഷാക്ക് വല്ലാത്ത സന്തോഷമായി. ആയിഷ തന്റെ വാഹനപ്പുറത്ത് കയറുകയാണ്. എന്നിട്ടെവിടെയാ പോകുന്നതെന്നറിയുമോ? മുത്തായ തങ്ങളുടെ മുന്നിലേക്ക് പോയിട്ട് ഷഹാദത്ത് കലിമ പറയാ പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരാൾ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുന്നു, ആയിഷ